ഫ്രാങ്കോലോവിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി 105 പേരുടെ ജീവനെടുത്ത പെരുമൺ ദുരന്തം. നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ ഈ ഫോട്ടോ പ്രദർശനം കാണുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒന്ന് രണ്ട് പടങ്ങൾ പി മുസ്തഫ, പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ പി മുസ്തഫ എടുത്ത അനശ്വരമായ ഈ പെരുമൺ ദുരന്തത്തെ പറ്റിയുള്ള ഫോട്ടോകൾ. നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ ഈ സമ്മേളന ഹാളിലേക്ക് കയറുന്നതിന്. മുഖ്യമന്ത്രി വരുമ്പോഴും ആദ്യം അദ്ദേഹം ഇത് കണ്ടിട്ടാണ് കയറാൻ പോകുന്നത്. എനിക്ക് ഈ പെരുമൺ ദുരന്തം ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ ദിവസമാണ് ജൂലൈ 8. ജൂലൈ 8-നാണ് ആ സംഭവം. ഈ പെരുമൺ ദുരന്തം അറിയുമ്പോൾ അവിടെ ഒരു സംഭവം, ഐലൻഡ് എക്സ്പ്രസ് അവിടുത്തെ ഏജൻറ്റ് വിളിച്ച് പറയുന്നു അവിടെ എന്തുകൊണ്ട് ഒരു ട്രെയിൻ ഇങ്ങനെ വലിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്യൂറോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫറില്ല. കേരളമുദിക്ക് അന്ന് ഇവിടെ കൊല്ലത്ത് ഫോട്ടോഗ്രാഫറില്ല. പക്ഷേ എനിക്ക് ഫോട്ടോഗ്രാഫി ആക്ച്വലി അറിയാം. നേരത്തെ എനിക്ക് അതിനുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റുഡിയോയിൽ കുറച്ച് നാൾ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വലിയ അപകടമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഫോട്ടോ ആണല്ലോ ഏറ്റവും പ്രധാനം. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ആ സ്റ്റുഡിയോയിൽ ചെന്ന് അവിടുത്തെ ഫോട്ടോഗ്രാഫറെയും കൊണ്ട് ഒരു ടാക്സിയും വിളിച്ച് നേരെ പെരുമണിലേക്ക് പോകുന്നു. അവിടെ പിന്നുള്ള ഒരു മഴ, കുറേ ദൂരം ചെന്നപ്പോഴത്തേനും ആംബുലൻസുകൾ, ഇങ്ങനെ ഭയങ്കരമായ ജനവും, അങ്ങോട്ട് ഓട്ടം ഇങ്ങോട്ട് ഓട്ടം. അവസാനം റോഡിൽ കൂടെ നടക്കാൻ പോലും പറ്റാതെ കാർ അവിടെ ഒതുക്കിയിട്ടിട്ട് റെയിൽവേ പാളത്തിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി ഓടി, മഴയും നനഞ്ഞ് ഓടി. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച വളരെ ജീവിതത്തിൽ നിന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. ആ പാലം മുഴുവൻ തകർന്ന് തലങ്ങും വിലങ്ങും ബോഗികൾ, അവിടെ മൊത്തം ആളുകളെ ചോര ഒലിക്കുന്ന ആളുകളെ താങ്ങിയെടുത്തുകൊണ്ട് വരുന്ന ഫയർഫോഴ്സ്, പോലീസ്, അത്രയുള്ള ഒരു മഹാസംഭവം. ആ സംഭവം കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന ഫോട്ടോഗ്രാഫർ, അയാൾ അവിടുത്തെ ട്രെയിനിയായിരുന്നു. അപ്പോൾ അയാൾക്ക് ഇത് കണ്ടിട്ട് ഉടനെ അയാളുടെ ശരീരം തളർന്നു. അപ്പോൾ 2 റോള് ഫിലിം, അന്ന് 120 ഫിലിമാണ്. അപ്പോൾ ആ 120 ഫിലിം 2 റോള് വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ഒന്ന് ലോഡ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്, ആഷിക്ക ക്യാമറയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഇന്ന് ആ ക്യാമറ വാങ്ങിയിട്ടൊരു കൊച്ചുവള്ളത്തിൽ കയറി ആ 12 ആ സ്നാപ്പ് മൊത്തം എക്സ്പോസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ലോഡ് ചെയ്ത് അത് എക്സ്പോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫറെ തന്നെ ആ കാറിനകത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് വിടുകയാണ്. ഈ 2 ഫിലിമുമായിട്ട് അവിടെ ചെന്ന് പ്രോസസ്സ് ചെയ്തിട്ട് വേണമല്ലോ ഫോട്ടോ, വാർത്ത പിന്നെ കൊടുത്താലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒന്നാമത്തെ ദിവസം കേരളകൗമുദിയിൽ അച്ചടിച്ച് വന്ന പ്രധാനപ്പെട്ട ആ ഫോട്ടോകൾ എടുക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. എല്ലാ ഭാഷകളിലും ആ പത്രങ്ങളും എൻ്റെ ഒരു സ്വകാര്യ ശേഖരത്തിലുണ്ട്. അപ്പോൾ ആ ഒരു മറക്കാനാവാത്ത ഓർമ്മ ഈ സമയത്ത് ഞാൻ പങ്കുവച്ചു എന്നേ ഉള്ളൂ.